പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അനിയെയും കൊണ്ട് അജയനും ജയനും വരികയാണ്. അനിക്കാണെങ്കിൽ MD സ്ഥാനത്തേക്ക് ഇരിക്കാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇരുന്നേ പറ്റത്തുള്ളെന്ന് മുത്തശ്ശൻ തറപ്പിച്ച് തന്നെ പറഞ്ഞതുകൊണ്ട് അനിയാണെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ വരികയാണ്. അതിനു മുമ്പ് ആദർശയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദർശ് പറയാണ്, നീ ഇപ്പം മറ്റൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ കമ്പനിക്കും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്കും നീ MD ആയിട്ട് ഇരുന്നേ പറ്റത്തുള്ളൂ. ഞാൻ അവിടുന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയെങ്കിലും ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഇരിക്കുകയാണ്. അന്നേരം അനി പറയാണ്, ആദർശേട്ടൻ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥയെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം തിരിച്ചു വരുമല്ലോ. അതിന് ശേഷവും ഞാൻ ആ സീറ്റിൽ തുടരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് അനി പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, നീ അതൊന്നും ചിന്തിക്കേണ്ട, ഇപ്പം നിനക്ക് തന്ന ഉത്തരവാദിത്തം നന്നായിട്ട് ചെയ്യുക എന്ന് പറയാണ്. അപ്പം ജയനും പറയുന്നുണ്ട്, നീ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പം ആ MD കസേര ഒരാളിരിക്കണം, അതിന് നീ തന്നെയാണ് ഏറ്റവും യോഗ്യനെന്ന് അജയനും പറയാണ്. അങ്ങനെ അവസാനം അനി അത് സമ്മതിച്ച് അവിടെ നിന്ന് അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അവൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കണം, എന്നാലേ അവന് ഈ ഒരു അവസ്ഥയിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആദർശ് അജയൻ്റെ അടുത്ത് പറയാണ്. അപ്പം അജയൻ പറയാണ്, മോനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോവുകയാണ്. അങ്ങനെ അനിയെയും കൊണ്ട് നേരെ ഓഫീസിൽ വന്ന് കസേരയിലേക്ക് ഇരുത്തുകയാണ്. അനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. അപ്പം താല്പര്യമില്ലെങ്കിലും അനിയെ പിടിച്ച് അജയനാണെങ്കിൽ അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പം ജയൻ പറയാണ്, ഇനി MDയുടെ കർത്തവ്യങ്ങളൊക്കെ നന്നായിട്ട് നിറവേറ്റുക, നമ്മുടെ കമ്പനിയിലെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതൊക്കെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പനി പറയാണ്, ചേട്ടനാണെങ്കിൽ ഏതൊരു യാത്രയ്ക്ക് പോയേക്കുവാണ്, ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഈ കസേരയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എപ്പോഴും എനിക്ക് ചേട്ടൻ്റെ താഴെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഒരിക്കലും ചേട്ടൻ്റെ സ്ഥാനമോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ നിൽക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചില്ലെന്ന് അനി പറയാണ്. അപ്പോൾ അജയൻ പറയാണ്, നിൻ്റെ മനസ്സിലിപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളതിനൊന്നും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് നാളത്തേക്കെങ്കിലും നീ ഈ സ്ഥാനത്തിരുന്നേ പറ്റുന്നതെന്ന് അജയനും പറയുന്നുണ്ട്. അങ്ങനെ അനിയെ അവിടെ ഇരുത്തിയിട്ട് അവരങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ജാനകിയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുമ്പം അനി പറയാണ്, പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഉടനെ വിളിച്ചേക്കുന്നത് എന്നെ കാണാൻ വേണ്ടിയാ അതെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. നീ ആ കസേരയിൽ ഇരിക്കുന്നത് ഞാനൊന്ന് കാണട്ടെടാ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ആവശ്യമില്ലാതെ ആകപ്പാടെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഈ കസേര ഇരുന്നിട്ട് എനിക്ക് ഉറച്ചിരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാനിരിക്കുമ്പോൾ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ, ഇപ്പോൾ ഇങ്ങോട്ട് ഫോൺ കോൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് കാണട്ടെടേ എന്ന് പറയുകയാണ്. അങ്ങനെ അനിയാണെങ്കിൽ എന്നാൽ അമ്മ കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് നല്ലോണം ഫോൺ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ജലജ അങ്ങോട്ട് വരികയാണ്. ജലജയും ജാനകി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം ജലജ പറയാണ്, എന്തായാലും നിൻ്റെ മോന് നല്ല ഭാഗ്യമുണ്ട്, ആ ആദർശൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് നിൻ്റെ മോന് കിട്ടിയല്ലോ. ഒരിക്കലും അത് നിൻ്റെ അനിയയുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. നീ ഇനി മുതൽ പഴയ പോലല്ല, MDയുടെ അമ്മയാണ്, അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ ആവാം. ഇവിടെ ചേട്ടത്തിക്കാണെങ്കിൽ നിൻ്റെ മോനെ MD ആക്കിയതിന് ഒരു താല്പര്യവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരവരെ മക്കൾ തന്നെയല്ലേ. ആദർശ ആ കസേരയിൽ ഇരിക്കുമ്പോഴുള്ള സന്തോഷമൊന്നും അനി ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഏട്ടത്തിക്കില്ല എന്ന് ജാനകിയോട് ജലജ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ജാനകിയാണെങ്കിൽ ജലജടുത്ത് പറയാണ്, അങ്ങനൊന്നുമില്ല. അപ്പം ജലജ പറയാണ്, അത് നിൻ്റെ തോന്നല്ല, ഏതമ്മയ്ക്കും സ്വന്തം മക്കളും നല്ല രീതിയിൽ എത്തണമെന്നേ ഉള്ളൂ. അതിനിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ്. കഥകളൊക്കെ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ, അതിലും എന്താണ്, അവനവൻ്റെ മക്കൾ വിജയിച്ച് വരണമെന്ന് തന്നെ എല്ലാ അമ്മമാരും വിചാരിക്കുന്നത്. അതുകൊണ്ടല്ലയോ രാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ സിംഹാസനം സഹോദരൻ സ്വന്തമാക്കിയത്. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. നീ മാത്രം എന്താ അതിലൊരു മാറ്റം വരുത്തേണ്ട ഒരു കാര്യമില്ല. നീ സാധാരണക്കാരിൽ സാധാരണക്കാരല്ലേ, അപ്പോൾ നിൻ്റെ മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ജാനകിയെ കുത്തി ഇളക്കി വെച്ചിട്ട് പോവുകയാണ്. അപ്പം എന്നിട്ട് വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ ഏട്ടത്തി എന്ന് പറയുന്നവളും തമ്മിൽ അടി ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുകയാണ്. അപ്പം ജലജയുടെ അടുത്ത കളിയാണ് ജാനകിയെ കുത്തി ഇളക്കുക. അതാണ് കൂടുതൽ വിഷം ഉള്ളിലേക്ക് കുത്തി കയറ്റുക ജാനകിയുടെ. അതൊക്കെ തന്നെയാണ് ജലജയുടെ അടുത്ത തന്ത്രം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് മുറിയിരിക്കുന്ന അഭിയെ എടുത്തിട്ട് നവ്യ വന്നിട്ട് കാണിക്കുകയാണ്, ഇവിടുത്തെ അമ്മായി ഗ്രൂപ്പിൽ ഇട്ടതാന്നും പറഞ്ഞുകൊണ്ട് അനി കസേരയിൽ ഇരുന്ന് ഫയൽ നോക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അഭിയെ കാണിക്കുകയാണ്. കണ്ടോ, അവരാണെങ്കിൽ എല്ലാവരുടെ മുമ്പ് എന്ത് അഭിനയമായിരുന്നു, ആദർശ് ആ കസേര ഇരുന്നാൽ മതി, എനിക്കതങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കിയാൽ മോൻ കയറി കസേര ഇരുന്നപ്പോൾ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നു.
അപ്പം അഭി പറയാണ്, എന്നായാലും അവനെ എന്താ മുത്തശ്ശൻ ഇപ്പം MD സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, എപ്പോഴും ആദർശിൻ്റെ കീഴിൽ മാത്രമേ നിന്നിട്ടുള്ളൂ, പിന്നെ അവനെ എന്താ കൊണ്ടുവന്നേ എന്ന് പറയാണ്. അപ്പം നമ്മുടെ നവി പറയാണ്, ഒരിക്കൽ പോലും നിൻ്റെ പേര് ആലോചിക്കുകയോ അല്ലെങ്കിൽ നിന്നെ ആ കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിച്ച പോലും ഇല്ല. നീ ഇതേപോലെ കറങ്ങുന്ന കസേര ഇരിക്കണം, എന്നിട്ട് നിൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ജ്വല്ലറിയിലേക്ക് നിന്നെ കയറ്റിവിടാൻ പറ്റുമെന്ന് നോക്കുന്നത് എന്ന് നവ്യ പറയണം. അതൊക്കെ അത്ര പെട്ടെന്ന് നടക്കത്തില്ല എന്ന് അഭി പറയണം. അതെന്താ നടക്കാത്തത്? നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയണം. അപ്പം അഭി പറയാണ്, എപ്പോഴും അനി അങ്ങനെയാണ്, അനി വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ആദ്യം അനാമികയെ പുറത്താക്കണമെന്ന് വിചാരിച്ചു, പുറത്താക്കി. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിവോഴ്സ് നടത്തും. പിന്നെ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചിലപ്പോൾ നടക്കും, നിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അതൊരിക്കലും നടക്കത്തില്ലെന്ന് നവ്യ പറയാണ്. അതെന്താ നടക്കാത്തത്? അവർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, ചിലപ്പം വിളിച്ചോണ്ട് വരും എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നവ്യ പറയണം, അതൊരിക്കലും നടക്കത്തില്ല, അതൊന്നും നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റത്തില്ലെന്ന് അഭി പറയണം. അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന എല്ലാം ഓരോന്ന് നടക്കുന്നുണ്ടെന്ന് അഭി പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ആദർശാണെങ്കിൽ വീണ്ടും ആണെങ്കിൽ ജ്വല്ലറിയിലേക്ക് പോവുകയാണ് വേഷം മാറി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കിരണിനെ കാണുന്നുണ്ട്. കിരണിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസും അറിഞ്ഞിട്ടില്ല എന്ന് കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നാലും നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ തെളിവാകും എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇത് ഇവളെയും കൂടെ കല്യാണം അടുത്തേക്ക് ആക്കാൻ പറഞ്ഞുകൊണ്ട് നയനയാണെങ്കിൽ കിരണിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിട്ട് ആദർശാണെങ്കിൽ നേരെ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഡേവിഡിനെ കണ്ടെടുത്ത് ചോദിക്കണം, പുതിയ ഡയമണ്ട്സ് കളക്ഷനൊക്കെ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഡേവിഡ് പറയുന്നുണ്ട്, സാർ എന്തായാലും വന്നേയല്ലേ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കളക്ഷനൊക്കെ കൊണ്ടുപോയി ആദർശിനെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കിരണും ആദർശും കൂടെ ഡേവിഡിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും നമുക്ക് അയാളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, മാത്രമല്ല അയാളുടെ കോൾ ലിസ്റ്റൊന്നും നമുക്ക് മൊത്തം അറിയാൻ പറ്റത്തില്ല. അയാൾ ആരെയോ വിളിക്കുന്നുണ്ട്, അത് പക്ഷെ നമ്മുടെ മുന്നിൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നെപ്പോലെ വേറൊരാളുടെ സഹായം അവരും തേടിയിട്ടുണ്ടാവുക എന്ന് പറയണം. അപ്പം കിരൺ പറയാണ്, അപ്പം നമ്മൾ ഊഹിച്ചത് ശരിയാണ്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരാളുണ്ട്, അത് ആരാണെന്ന് കണ്ടെത്തണം, എന്നാലേ നമ്മളുടെ ഈ ചതിക്കും അല്ലെങ്കിൽ നമ്മളെ ഈ ചതിയിൽപ്പെടുത്തുന്ന ആരാണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കിരൺ ആദർശിനോട് പറയുകയാണ്.